ഗൈസ് എന്തൊക്കെയുണ്ട്? ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. എന്താണെന്നറിയാമോ? ഇവള് പറയുന്നതെന്ന് കേട്ടു നോക്കി. കുട്ടികളെ വളർത്തുമ്പോ ഇവിടം വരെ എത്തിച്ച മാതാപിതാക്കളിനെ നമുക്ക് അവരെ ട്രീറ്റ് കൊടുക്കാൻ ഇങ്ങോട്ട് വന്ന് കിടപ്പിച്ച് കുളിപ്പിച്ച് കഴിപ്പിച്ച് അവരെ ഒന്ന് ട്രീറ്റ് ചെയ്യാൻ കുളിപ്പിക്കണോ, അതാണ് ബെസ്റ്റ്. ഇന്ന് നമ്മൾ എല്ലാരും എന്റെ ചേച്ചിയുടെ വീട്ടിൽ വന്ന് ഒരുമിച്ച് കിടക്കാൻ പോവാണ്. ഇന്നൊരു സ്ലീപ്പ് ഓവർ ആണ്. അത് അപ്പൂച്ചിക്ക് ഭയങ്കര സന്തോഷമാണ്. ബിക്കോസ് why is it so good for you that we are here, including your parents? Because it is an honor for me to host my parents and my sister in my own home and to feed them the food that I have made with love. No, that's Selwyn made that with love. Who made? Selwyn! I made. കേട്ടോ, വല്ല മനസ്സിലായോ? ഇന്നേ മൂത്ത മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവരിവിടെ മെൽബണിൽ ഒരു പുതിയൊരു യൂണിറ്റ് ഒക്കെ മേടിച്ചില്ല, റെന്റിന് എടുത്ത് കഴിഞ്ഞിട്ട് പേരൻസ് അവരുടെ വീട്ടിൽ വന്ന് കിടക്കണമെന്ന് അവർക്കൊരു നിർബന്ധം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്ന് കിടക്കാൻ വന്നിരിക്കുകയാണ്. ഇന്ന് സ്ലീപ്പ് ഓവറാണ്. ഞങ്ങൾ പേരൻസ് രണ്ടുപേരും എന്താണ്ട, ഒരാൾ അതേ അവിടെ ഇരിപ്പുണ്ട്, പിന്നെ അവരെ കണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ഡിന്നർ ഒക്കെ കഴിച്ച് ഇന്നിവിടെ കിടന്ന് നാളെ രാവിലെ ഞങ്ങളുടെ തിരിച്ച് വീട്ടിലേക്ക് പോകത്തുള്ളൂ. അത് ഒരു സന്തോഷമല്ലേ? പിള്ളേരൊക്കെ വേറെ മാറിക്കഴിയുമ്പോഴത്തേക്കും കാർന്നവന്മാർ അവരുടെ വീട്ടിൽ പോയി കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം. ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ടോഫും വന്നിട്ടുണ്ട്. ടോഫു ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഡിഷ്. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, പിന്നെ എന്തോ ഒരു ചട്നിയാന്ന് തോന്നുന്നു, പിന്നെ ഇത് സ്റ്റാർട്ടറാണ് അല്ലേ? അപ്പം സെൽവൻ ആണോ ഇത് കുക്ക് ചെയ്തത്? ഞങ്ങളൊരു ടീം എഫേർട്ട് ആയിരുന്നു. ചിക്കൻ സ്ക്യൂസ് ആയിരുന്നു ഉണ്ടാക്കിയ. പൊട്ടറ്റോ അപ്പൊ ഇതെന്ത് പറഞ്ഞു സംഭവം? എന്തോ ഇതൊരു സാലഡാ, ഒരു പൊട്ടാറ്റോ സാലഡ് പോലെ, പക്ഷേ പൊട്ടാറ്റോ ജെം സാലഡ്. ഓക്കെ. പിന്നെ അത് തന്തൂരി ചിക്കൻ സ്ക്യൂസ്. ഓ, ഇത് പിന്നെ ഇതെന്തിന്റെ? ജസ്റ്റ് ഗ്രീൻ ചട്നി. ഗ്രീൻ ചട്നി വിത്ത് ജസ്റ്റ് ഗ്രീൻ ചട്നി, ഗ്രീൻ ചില്ലി ചട്നി. ആ, ഓക്കെ. പിന്നെ നമുക്ക് അല്ലേ സന്തോഷത്തിന് ചെറിയൊരു വിസ്കി അല്ലേ, ഓൺ ദ റോക്സ്, അതുകൊണ്ട്. അപ്പോൾ തകർക്കാം, കഴിച്ചേക്കാം. ഓക്കെ, കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം പറയാം. ഗയ്സ്, എൻ്റെ അപ്പനൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ദിസ് ഈസ് ജസ്റ്റ് ദ സ്റ്റാർട്ടർ. പുള്ളിക്കാരൻ ഓർത്തത് ഇത് മെയിൻ കോഴ്സ് ആണ്. ദിസ് ഇസ് നോട്ട് ദ മെയിൻ കോഴ്സ്, ദിസ് ഇസ് ഓൺലി ദ സ്റ്റാർട്ടർ. അടിപൊളി കേട്ടോ. ഇവർക്ക് കാര്യം നമ്മുടെ കഞ്ഞിയും കറിയൊന്നും വെക്കാനായിട്ട് അറിയത്തില്ലെങ്കിൽ ഇതുപോലെയുള്ള ചില സംഭവങ്ങൾ. പക്ഷെ നമ്മളിതിപ്പം വർഷങ്ങളായിട്ട് വെളി രാജ്യത്തൊക്കെ ജീവിക്കുന്നതുകൊണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഡിഷുകളൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ആണ്. നല്ലതാണ്, നല്ല ടേസ്റ്റായിട്ട്. സെൽവിൻ അടിപൊളി കേട്ടോ. ഇത് നല്ല സെറ്റായിട്ടുണ്ട്. സെൽവിനാണോ അടി? നീ അല്ല. എനിവേ, വെരി ഗുഡ്. ഫിയോണ, ഹൗ ഈസ് ഇറ്റ്? റിയലി ഗുഡ്. അപ്പോൾ സാർ, അപ്പോൾ ഇതാണോ നമ്മുടെ മെയിൻ കോഴ്സ്? ഇതെന്താണ് സംഭവം? എന്താ അത് പറ. ബീഫ് രഘു പാസ്റ്റ. ഈ ബീഫോ 12 മണി മുതൽ സ്ലോ കുക്ക് ചെയ്യാൻ തുടങ്ങി. എങ്ങനെയുണ്ട്? യമ്മി. മലയാളം പറയുന്ന കേട്ടോ, പൊളിച്ച്. നല്ലാണോ? യെസ്. Good? Yeah. ഇതെന്നാ പൂസ? ബ്രൗണി വിത്ത് whipped cream. ബ്രൗണി വിത്ത് whipped cream. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെസേർട്ട് അല്ലേ? അടിപൊളി. താങ്ക് യു വെരി മച്ച്. കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് മകളുടെ വീട്ടിൽ വന്നപ്പോൾ കിട്ടിയ വിഭവങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ.
അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് കാണുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.